എടുക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം കനകമലയ്ക്ക് ട്രക്കിങ്ങിന് പോയില്ലേ, അതുപോലെ ഇല്ലെങ്കിലും കയറ്റം തന്നെയാണ് മുകളിലേക്ക്. ചേട്ടൻ്റെ അപ്പുറത്തെ സൈഡിൽ നടക്കുന്നുണ്ട്. പുള്ളി സ്ഥിരം കയറണ കാരണം നല്ല എക്സ്പേർട്ടാണ്. പുള്ളി ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ റോഡിൽ കൂടെ നടക്കണതിലേക്ക് നടക്കണം. ഞാനിപ്പോഴൊക്കെ അത് തുടങ്ങി. അയ്യോ, വലിയ മരം വഴിയിൽ കിടക്കുന്നുണ്ട്, ചാടി കിടക്കണം. നമ്മൾ ഈ നടക്കുന്നതിൽ 2 ടൈപ്പ് കാടുണ്ട്. ഇത് ഇലക്കൊഴിയും കാടാണ്. ഓക്കെ ഓക്കെ, ഇല കൊഴിയണ കട്ടിക്കോടയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിത്യഹരിത വനമേഖലയിലേക്ക് നമ്മൾ കിടക്കും. അവിടെയാണ് തിക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ഗന്ധർവ പാല എന്ന് പറയണേ. നമ്മുടെ യക്ഷിയൊക്കെ വന്ന് കയറണ അല്ലേ? അല്ല, ഇതാണ്. ഇതിൻ്റെ മേളിൽ ചിലപ്പോൾ യക്ഷി ഉണ്ടാവും, പറയാൻ പറ്റില്ല. അവിടെ നേരെ മുമ്പിൽ ഒരു വലിയൊരു മല കാണുന്നുണ്ട്. മലയുടെ ടോപ്പിൽ മരങ്ങളൊന്നുമില്ല, മറിച്ച് മുട്ടപ്പാറയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ കാണുന്നതാണ് കേട്ടോ നിത്യഹരിത വനമേഖല. വക്ക ഇത് ഞങ്ങൾ ആദ്യകാലത്ത് തേനെടുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ വള്ളി കൊണ്ടാണ് മറ്റേ തേനെടുക്കാനായിട്ട് പാട്ടിറക്കിയിരുന്ന വള്ളി ഇതാണ്. ഓക്കെ ഓക്കെ. മുള പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ മുളയുടെ കാലാവധി കഴിഞ്ഞു എന്നാണ് സാധാരണ പറയാം. അത് പിന്നെ ഉണങ്ങിപ്പോ പിന്നെ താഴെ നിന്ന് പുതിയ നാമ്പുകൾ കിളിർത്ത് വന്ന് വലുതായി വരണം. ഈ നിൽക്കുന്ന തൈകൾ മുഴുവൻ മുളം തൈകളാണ് കേട്ടോ. അടുത്ത മുളങ്കാടിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ തൈകൾ മുട്ടി വളർത്തിട്ട്. ആ മുമ്പിൽ കാണുന്ന മലയുടെ പേരാണ് വലിയ വര. ആ മലയുടെ സൈഡിൽ കൂടെ ചോട്ടിക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുന്നാന്ന് പറയണ വരാണ്ടത്. ഇതിൻ്റെ കായാണ് ഈ മാനുകളും അതുപോലെ തന്നെ ആമകളൊക്കെ വന്ന് നശിക്കും. ആ നമ്മുടെ ഡാമിൽ നിന്ന് ഈ ആമയ്ക്ക് ഇങ്ങോട്ട് കയറി വരില്ല. ഇവിടെ ഉണ്ടല്ലേ? ആ ശരി. അവിടെ കാട്ടിൽ വേറെ ആമയുണ്ട്. ഇത്ര ആമകൾ വന്നിട്ട് ഇതിൻ്റെ കായ തിന്നണ മരമാണ്. ഈ കാണുന്നത് ഒരു ചെറിയ അരുവിയായിരുന്നു കേട്ടോ. 2018 ആ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് ഉരുളുപൊട്ടി വീണ് ആ മൊത്തം കല്ലും സാധനങ്ങളൊക്കെ ഇളകി വീണ് കിടക്കണ. കാട്ടിലും ഉരുൾപൊട്ടുണ്ടായി തുടങ്ങി അല്ലേ? ഇരുമുള്ള് നല്ല സ്ട്രോങ് ആയിട്ടുള്ള മരമാണെന്ന് തോന്നുന്നത്. ഇരുമുള്ളും ഒരു ആല് കയറി നിൽപ്പുണ്ട്. ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്കും ഈ ആൽമരം വലുതായിട്ട് ഈ മരത്തിനെ അങ്ങോട്ട് വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞ്. ആല് എവിടെ പോയി കഴിഞ്ഞാലും ഇത് തന്നെ സ്ഥിതി തോന്നുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് നിത്യഹരിത വനമേഖല തുടങ്ങാൻ കേട്ടോ. അവിടെ നല്ല പച്ചപ്പാണ് കാണാനായിട്ട്. ഇപ്പം തന്നെ എൻ്റെ ഒരു ആംബിയൻസ് മാറിയതാണ്ട. നിറച്ച് പച്ചപ്പും നിറച്ച് മരങ്ങളും തണവും. വെയിൽ വളരെ കുറവായിരിച്ചിറങ്ങണുള്ളൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. വെട്ടുകല്ലല്ലേ? സിനിമ ഷൂട്ടിങ്ങിനൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടോ? ഇവിടെ കാർബൺ
ആ ഹാ 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 ഓക്കെ ഓക്കെ. അതായത് ഒരു ഗുഹയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് എവിടെയാണോ? ആ ഹാ ഹാ ശരി. വെള്ളം ഉണ്ടാവില്ല അല്ലേ? വെള്ളമൊക്കെയാണെങ്കിൽ അതേപോലെ എനിക്ക് പറയാം. ഓ ശരി. എന്താ പറയണ അതിൻ്റെ? മൂക്കിൽപ്പഴം. മുട്ടിൽപ്പഴം. മുകളിലുണ്ട് ഐഡിയ. ഇതിൻ്റെ താഴെ മൂട്ടിൽ. ആ ശരി. മൂട്ടിൽപ്പഴം എന്ന് പറഞ്ഞിട്ട് ഒരു പഴം ഉണ്ടാവും ഇത്രേ. റംബൂട്ടാൻ്റെ പോലെ ഇരിക്കും. ജൂലൈ മാസത്തിലാണ് അത് ഉണ്ടാവുക. ആ അതാണോ പഴം? കണ്ടോ കാട്ടുകുരുമുളക്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവണ പോലെ തന്നെ കാട്ടിലുണ്ടാവണ കുരുമുളക് ആണോ? വലിപ്പം കൂടുതലാ? വലിപ്പം കുറയും. കാട്ടുകുരുമുളകിന് വലിപ്പം കുറയും, ഔഷധ ഗുണം കൂടൂലേ? ഓക്കെ. ഇതാണ് ചുരുളി എന്ന് പറയണ മരം. നമ്മുടെ ഊട്ടി ഭാഗത്തൊക്കെ കാണാമെന്നാ ചേട്ടൻ പറഞ്ഞത്. അവിടെ വെള്ളപ്പൈൻ എന്ന് പറയുന്നത്. വെള്ളപ്പൈൻ. പൈൻ പൈൻ. ആ ഓക്കെ ഓക്കെ. നമ്മുടെ ഊട്ടിയിൽ കാണുന്ന പൈൻ മരം ആണ് വെള്ളപ്പൈൻ എന്ന് പറയണ മരമാണെന്ന് പറഞ്ഞത്. നല്ല സൈസ് ഉണ്ട്. ഒരാൾക്ക് വട്ടം എത്തില്ലാത്ത അത്രയും മണ്ണുണ്ട്. പക്ഷെ അത് അറിഞ്ഞു കൊണ്ടല്ലേ കാറ്റ്. ആ ശരി. ആ ഹാ ഹാ ഹാ. വെള്ളപ്പൈൻ മരം. ആണോ? ഇതിന്മേക്കെ തേൻ ഉണ്ടാവില്ലേ മുകളിൽ? ഇത്ര ഹൈറ്റുള്ള മരത്തിനുള്ള തേൻ ഉണ്ടാവുള്ളൂ ആയിരിക്കും അല്ലേ? പിന്നിൽ കാണുന്ന മരമില്ലേ, തെള്ളി എന്നാണ് പറയാ അവര്. കാട്ടുകുന്തിരിക്കം അങ്ങനെ പറയാൻ നമുക്ക് മനസ്സിലാവുള്ളൂ. ശരിക്കും ഈ ഇത് തന്നെയാണോ ഈ കുന്തിരിക്കത്തിന് വേണ്ടി എടുക്കണ? വേറെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. നല്ല മണമുണ്ട്. നേരത്തെ അപ്പുറത്ത് കണ്ടില്ലായിരുന്നു ആല് പിടിച്ച മരം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇതാണ് വേറൊരു ആല് പിടിച്ച മരം. ആ മരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിലൊരു മരം നിൽക്കുന്നുണ്ട്. മൊത്തം ആലിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുക. ആ ഫുള്ളായിട്ട് കവർ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ മരം കാണാൻ പറ്റാത്ത സ്ഥിതിയിലായി. ഇനി അത് പതുക്കെ പതുക്കെ ഉണങ്ങിപ്പോവും. പിന്നിൽ കാണാൻ കേട്ടോ വെണ്ണത്തേക്ക്. കാടിൻ്റെ നഗ്നസുന്ദരി എന്നാണ് അതിന് പറയണത്. തൊലി പൊഴിഞ്ഞ് പോണ കാരണം ഉണ്ടായിരിക്കും അല്ലേ ഇതിനെ നഗ്നസുന്ദരി എന്ന് പറയാം. ഓക്കെ, നല്ല അടിപൊളി പേരാണല്ലോ. നമ്മുടെ സാധാ തേക്കിൻ്റെ അത്ര ഉറപ്പില്ല, ഉറപ്പ് കുറവാണ്. മച്ചാട് മാമാങ്ക കുതിര അതിൻ്റെ ഷേപ്പ് ഉണ്ട് ഏകദേശം. നല്ല ദാഹിക്കണ്ട്. വെള്ളം എടുക്കാൻ മറന്നുപോയി. വെള്ളം എടുത്തായിരുന്നു. വെള്ളം എടുത്ത് വണ്ടിയിൽ വെച്ചു. പോണ വഴിക്കുണ്ട ആ ഡാമിൻ്റെ അവിടെ നിന്നല്ലേ? പോണ വഴിക്ക് വെള്ളം ഉണ്ട്. അത് വേറെ കുഴപ്പമില്ല. നല്ല ദാഹം ഉണ്ട്. ഇവിടെ നേരം നടന്നില്ലേ? നേരത്തെ തുടങ്ങി നന്നായിട്ട്. വെള്ളം എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ വണ്ടിയിൽ വെച്ച് പോർണ തിരക്കിൽ സന്തോഷത്തിൽ അത് മറന്നുപോയി. കാരണം ചേട്ടൻ പറയാണ് നമ്മുടെ കയ്യിൽ വഴിയിൽ നിന്ന് കുപ്പി കണ്ടപ്പോൾ അതെടുത്തത് നമുക്കൊരു അനുഗ്രഹമായി. പോണ വഴിക്ക് വെള്ളം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വെള്ളം എടുക്കാമല്ലോ. നമ്മളിപ്പോൾ പോണത് പുല്ലിമട്ടയിലേക്കാണ് കേട്ടോ. പുല്ലിമട്ടായി അടിപൊളിയാ. സൈഡിൽ വെർട്ടിക്കലായിട്ട് നിൽക്കണ പാറ കാണിച്ചു തരാം.
ഇതാണെന്ന് തോന്നുന്നില്ലേ ആ ഗുഹ, ആ സിനിമയിലെ കാർബൺ സിനിമയിലെ വെള്ളച്ചാട്ടം. ഓക്കെ ഓക്കെ. എന്തോ ഒരു നിത്യം കണ്ടെടുക്കണ ഒരു ഭാഗം അല്ല അല്ലേ? ഈ പൊത്തിന്നാണ് വെള്ളം എടുത്തേട്ടോ. അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്, നല്ല കുടിക്കാൻ പറ്റിയ പ്യൂർ വാട്ടർ. ഇത് ഏത് വേനക്കുണ്ടാവും, പറ്റിപ്പോയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വെള്ളമില്ലാന്ന്. ഇവിടെയുള്ള പൊത്തില്ലേ, ആ പൊത്തിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. ഒരിക്കലും വറ്റില്ലാത്ത വെള്ളം, കാടിൻ്റെ ആരും തൊട്ടില്ലാത്ത എന്താ പറയുക പരിശുദ്ധമായ മിനറൽ വാട്ടർ. ഇതാണ് ശരിക്കും മിനറൽ വാട്ടർ എന്ന് പറയുന്നത്. ഇത് താഴത്തേക്ക് ഒഴിച്ച് കളയാൻ തോന്നണില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. എന്താ വെള്ളം ഒരു തുള്ളി കിട്ടാനില്ലാത്ത സമയത്ത് ഇങ്ങനെ ഒഴിച്ച് കളയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ഒഴിച്ച് കളയാനില്ല, കുടിച്ച് കാണിച്ചു തരാം. പുള്ളി നമ്മുടെ വെള്ളം ഒരു കുപ്പി എടുത്ത് കുടിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒരു കുപ്പിയും കൂടി വെള്ളം എടുക്കാമെന്ന് പറഞ്ഞു. ശരി റിസ്ക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് നൂണ്ടിറങ്ങി വെള്ളം എടുക്കാനായിട്ട്. ഇത് നമ്മുടെ ഫോറസ്റ്റിന്റെ ഇതിൽ വന്ന് താമസിക്കുന്നതാണ്, അത് ഗസ്റ്റിനെ കൊണ്ട് താമസിക്കാൻ? താമസിക്കാറുണ്ട്. ശരി. എൻ്റെ ഇടയിൽ കൂടെ മാവ് അതിനനുസരിച്ച് ഇങ്ങനെ വളഞ്ഞു പോന്നേക്കാണല്ലേ. കാർബൺ സിനിമയിലെ വെള്ളം ചാടുന്ന ഭാഗം ഷൂട്ട് ചെയ്തേക്കണേ. വെള്ളം ഇല്ലാതെ കാരണം നമുക്ക് വെള്ളമൊന്നും കാണാൻ പറ്റില്ല. അവിടെയാണല്ലോ കൊട്ടവഞ്ചിയുടെ ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഡാമിൻ്റെ ഇതിലാണ് പൈസക്കോടെയാണ് രാവിലെ നേരത്തെ ആണെങ്കിൽ വെയിലുള്ള കരിക്കും. AC-യിൽ നിൽക്കുന്നതിന് സുഖം, അടിപൊളി കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നല്ല രസമായിട്ട് ഇങ്ങനെ ഡാമിൻ്റെ തീരത്ത്
കാറ്റും കൊണ്ട് കാഴ്ച. അടിപൊളി വ്യൂ അല്ലേ? ഡാം എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നന്നായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊരു കായ ഉണ്ടാക്കില്ല. സോപ്പ് കായ പതണ്ട, സോപ്പ് പതയണ പോലെ പതയും. അടിപൊളി. നമ്മളെ ഈ ഷാമ്പൂ ഒക്കെ ഇടാനായിട്ട് ഉപയോഗിക്കണമല്ലേ അല്ലേ? പാദസരമൊക്കെ ഇതിലിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ പാദസരത്തിൻ്റെ കറയൊക്കെ പോയിട്ട് പുതിയ പാദസരം പോലെ ആവുമെന്ന് പറഞ്ഞു. പാദസരം ശരിക്കും നല്ല സോപ്പിൻ്റെ പോലെ തന്നെ ഇട്ട് നോക്കിയാൽ പതണ്ട, നല്ല വഴുവഴുപ്പുണ്ട്. കാട്ടിലെ ഓരോ വിദ്യകളെ അല്ലേ? ഇതാണ് കാടൻ വിദ്യകൾക്കും. ഈ കണ്ണൻചേട്ടനൊക്കെ നമ്മുടെ കാടിൻ്റെ സ്വന്തം ആൾക്കാരാണ് കേട്ടോ. അവർക്കറിയാത്ത കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും കാടിനെ കുറിച്ച്. ഇത് കട്ടിയാവുണ്ടല്ലേ, കറ പോലെ ആവുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. കാട്ടിൽ വന്നാൽ കുളിക്കണമെങ്കിൽ സോപ്പൊന്നും വേണ്ട, കായ പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് പോലെ കഴുകാനൊക്കെ എടുക്കാം. അടിപൊളി. എന്തായാലും ഇതാ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ മീനുകളെല്ലാം ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇല്ല ഉണങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി, നല്ല സ്മൂത്ത്. കഴിയുമ്പോഴേ നല്ല സ്മൂത്തായിരിക്കണം, സോഫ്റ്റ്നെസ് നന്നായിട്ടുണ്ട്. ഈ എല്ലാ സോപ്പ് കമ്പനിക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ മരം നട്ട് പിടിക്കുക, നമുക്ക് സോപ്പ് ഇട്ടാലും അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല ഒരു വെറൈറ്റി ആയിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഭയങ്കര സോഫ്റ്റാ, അടിപൊളി. പറഞ്ഞ പോലെ കൈയൊക്കെ നന്നായിട്ട് വെളുത്തുട്ടാ. ഇത് വെച്ച് 2 ദിവസം ഈ കുരുവിട്ട് കുളിച്ച് ചിലപ്പോൾ അതൊക്കെ നന്നായിട്ട് വിളക്കും. സായിപ്പിൻ്റെ വിലക്കാവും ചിലപ്പോൾ. കാണാൻ മലയാണ് കേട്ടോ, വെള്ളിക്കുളങ്ങര മല. വെള്ളിക്കുളങ്ങരയുള്ള ഒരു പീതാർമുടി എന്ന് പറയും, നമ്മളിവിടെ പൂമല എന്ന് പറയും. മരുന്ന് നിറച്ചുണ്ട് കേട്ടോ, സോപ്പ് കായ. നമ്മൾ പുതിയ പേരിട്ട് അതിന് സോപ്പ് കായ. മണമൊന്നുമില്ല കേട്ടോ, പക്ഷേ നല്ല പതയുണ്ട്. കൈ കണ്ടോ, പരിശുദ്ധമായ കൈ. അഴുക്കൊക്കെ കഴിക്കളഞ്ഞു. അടിപൊളി കായ. ഇതെങ്ങനെയല്ല ഈ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കണേ, വെറൈറ്റി ആയിട്ട്. എന്തായാലും നല്ലൊരു അനുഭവമായി പോയി. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം കിട്ടുന്നത് കേട്ടോ. സോപ്പ് കായ എന്ന് പറഞ്ഞാൽ, സോപ്പ് കായ എന്ന് നമ്മളിൻ്റെ പേരാണ്, ശരിക്കും സോപ്പ് കായ എന്നല്ല അതിൻ്റെ പേര്. എന്തോ ഒരു പേരൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ണുചേട്ടൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിൻ്റെ പേരെന്താണെന്നുള്ളത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ അടുത്ത ജൂണിൽ നമുക്കൊരു ചെറിയ ട്രക്കിങ് കൂടി ചെയ്തു തരാമെന്ന് പറഞ്ഞത്, വേറെ ഡയറക്ഷനിൽ. അപ്പോൾ ജൂണിൽ മഴ ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിവിടെ നിറച്ച് ഇലകളൊക്കെ ഉണങ്ങി താഴെ വീണെടുക്കാം. അപ്പോൾ കാട്ടുതീ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ അധികം ഉള്ളിലേക്കൊന്നും വിടുന്നില്ല. അപ്പോൾ ജൂൺ മാസത്തൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഈ ഇലകളൊക്കെ ഉണങ്ങിയ ഇലകളൊക്കെ ചെതൽ പിടിച്ച് വളമായിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ ഇലകൾ തീക്കുള്ള പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ജൂൺ മാസത്തിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ജൂൺ മാസത്തിൽ വരും, കണ്ണൻചേട്ടൻ്റെ ഒപ്പം തന്നെ. കണ്ണൻചേട്ടൻ നമ്പർ മേടിക്കണം. നിങ്ങൾക്ക് ഇനി ആരെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ണൻചേട്ടൻ ഡയറക്റ്റ് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൻചേട്ടൻ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ കണ്ണൻചേട്ടൻ്റെ നമ്പർ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെമ്മിനി ഡാമിൽ വന്നിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും കണ്ണൻചേട്ടനെ വിളിച്ചാൽ മതി. കട്ട സപ്പോർട്ടാണ്. അവിടെ മച്ചാൻ്റെ പോലെയാണ് ശരിക്കും കാടിൻ്റെ സ്വന്തം കണ്ണൻചേട്ടൻ, അങ്ങനെ പറയാം. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് പോണ വഴിയിലൊക്കെ പറഞ്ഞു തരും, ഓരോന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൽ ഞാൻ പറഞ്ഞു, ഒരു സെക്കൻഡ് ഇട്ടാ, നീ ആവശ്യം പോലെ സമയം എടുത്തോ, നീ കണ്ട് ആസ്വദിച്ച്, നീ ആസ്വദിക്കാൻ വന്നതല്ലേ, ആസ്വദിച്ച് കണ്ടിട്ട് പോവാം, നമുക്ക് അങ്ങനെ പോവാം. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്തായാലും വളരെ മനോഹരമായ ഒരുപാട് കാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ണും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. സന്തോഷത്തോടെ ചെമ്മിനി ഡാമിൻ്റെ ഏകദേശം ലാസ്റ്റത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഡാമിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ കണിക്കൊന്ന പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇവിടെ കാട്ടിൽ വിഷു നേരത്തെ ഞാൻ തോന്നുന്നു അല്ലേ, കൊഴിഞ്ഞു പോകും. അല്ല പൂവുണ്ടായി കഴിഞ്ഞില്ലേ?
ഇത് കൊഴിയും. കായ കൊഴിയൂല്ലേ? കായ കൊഴിഞ്ഞ് പൂവായിറങ്ങും. കായ കൊഴിഞ്ഞിട്ടാണ് പൂവുണ്ടാവുക. ഓക്കെ. അപ്പോൾ കാട്ടിൽ ശരിക്കും കറക്റ്റ് സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു വിഷു വരുന്നത്. കായ കൊഴിഞ്ഞ് പോയതിന് ശേഷം പൂ വരും. നമ്മുടെ നാട്ടിൽ ഓൾറെഡി വിഷു വന്നു, കുറേ സ്ഥലത്തൊക്കെ കണിക്കൊന്ന് പൂത്ത് കഴിഞ്ഞ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടായിരിക്കും അതുപോലെയൊക്കെ സംഭവിക്കുന്നത്. കാടിലാകുമ്പോൾ ഇന്നും ക്ലൈമറ്റ് ഒരേ ക്ലൈമറ്റ് അല്ലേ, ഒരു ചേഞ്ചസും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ പൊള്യൂഷനും ചൂടും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ചുകൾ വന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാടാണ് നല്ലത് അല്ലേ? എപ്പോഴും കാടാണ് ജീവിതം. കാടില്ലെങ്കിൽ മനുഷ്യനില്ല. വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് കാടിനെ തൊട്ടറിയാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ചിമ്മിനി ഡാം എന്ന് പറയുന്നത്. ചിമ്മിനി ഡാമും ഡാമിൻ്റെ ട്രക്കിങ്ങിന് ചിമ്മിനി ഡാം വൈൽഡ് ലൈഫ് സാങ്ച്വറി. നാവ് കുഴഞ്ഞു പോകണം, വഴങ്ങണില്ല. വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഓക്കെ. അപ്പം ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. വളരെ ചുരുങ്ങിയ ചിലവിൽ ബാക്കിയുള്ളിടത്തൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ട്രക്കിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയാണ്. 1000, 2000, 1500 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 3 പേർക്കല്ലേ, 3 പേർക്ക് 600 രൂപയെ വരുന്നുള്ളൂ. ഒരാൾക്കപ്പോൾ 200 രൂപ അത്രേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അടിപൊളി. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ട്രക്കിങ്ങിന് വരണം. പതുക്കെ ട്രക്കിങ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടവഞ്ചിയുടെ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് സൈക്ലിംഗ് ഉണ്ടല്ലേ? ഈ വഴി തന്നെ. ഇതിലെ എവിടം വരെ എങ്ങനെ പോകും? ഇവിടെ നിന്ന് സൈക്ലിംഗ് ഉണ്ട്. പുലിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ വഴിക്കാണല്ലോ പോണത്. ഈ വഴിക്ക് പുലിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം വരെ സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ സൈക്ലിംഗ് താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാം. നമ്മുടെ പ്രശാന്തൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രശാന്ത് നീ മിസ് ചെയ്തോടാ ഈ സ്ഥലം. അടിപൊളിയാണ്, നിനക്ക് വരാമായിരുന്നു. അതിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, കുഴപ്പമില്ല. സൈക്ലിംഗ് കൊണ്ട് പ്രാവശ്യം നമുക്ക് ജീപ്പിൽ കെട്ടി വെച്ച് കൊണ്ടുവരാം. എന്നിട്ട് ഇവിടുന്ന് പുലിപ്പാറയിലേക്ക് ഒരു സൈക്ലിംഗ് ഒക്കെ നടത്താൻ വേണമെങ്കിൽ അടിപൊളി. സൈക്കിള് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. സൈക്കിൾ ഒരു 6 സൈക്കിൾ പുതിയ കൊടുക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ തുടങ്ങാനുള്ള സെറ്റപ്പിൽ നിൽക്കണം. ഓക്കെ. ഇനിയിപ്പോൾ ഒരു അടുത്ത ആഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ സൈക്കിൾ തുടങ്ങുമെന്ന് വിചാരിക്കും. ശരി. സൈക്കിൾ നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുമൊന്നും വേണ്ട. സൈക്കിൾ കൊണ്ടുവരണ്ട. നമ്മൾ സൈക്കിൾ എന്തായാലും നമ്മളിവിടെ മേടിച്ച് വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാശിന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കാശ് തീരുമാനിച്ചിട്ട് ഞാൻ ചേട്ടനെ വിളിച്ച് പറയാം. ചേട്ടൻ ചെയ്തോളൂ. അപ്പം സൈക്കിള് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ സൈക്കിളൊന്നും കെട്ടി വലിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ സൈക്കിൾ ഇവിടുന്ന് തരും. നമുക്ക് ഇവിടുന്ന് സൈക്കിൾ പോയി എടുത്തിട്ട് സൈക്ലിങ്ങിന് പോയി. എത്രയാ പ്രൈസൊന്നും ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൻ ചേട്ടനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് അതിൻ്റെ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും, ചിമ്മിനി ഡാം തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരുടെ ഒരുപാടാണ് നമ്മുടെ ചാനലിലുള്ളതെന്നറിയാം. വളരെ കുറച്ച് ആൾക്കാരുള്ളതെന്നുണ്ടെങ്കിലും താല്പര്യമുള്ള എല്ലാവരും ചിമ്മിനി ഡാം കാണാനും അതുപോലെ ട്രക്കിങ്ങിന് താല്പര്യമുള്ള ആൾക്കാരൊക്കെ നിസ്സാരവശമായ ചിലവിൽ നമുക്ക് വന്നു പോകാൻ പറ്റിയ ഏറ്റവും മനോഹരമായ കാട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലം അതാണ് ചിമ്മിനി ഡാം. അപൂർവം ആയിട്ട് കാണാൻ കിട്ടുന്ന കാഴ്ചകളാണ്. നമുക്ക് ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരാനൊക്കെ നോക്കിയായിരുന്നു. ആ സമയത്തൊന്നും ആർക്കും അങ്ങനെ കയറാൻ പറ്റില്ല. ആ സമയത്തൊക്കെ ലോക്ക്ഡൗൺ ആയിരുന്നു, അടച്ചിട്ടേക്കായിരുന്നു. ഒരുപാട് ആൾക്കാർ വരാനും കയറാനൊക്കെ പറ്റാതെ തിരിച്ചു പോയായിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരാൻ പറ്റുന്നവരെല്ലാം വീണ്ടും പറയണു, വരാൻ പറ്റുന്ന എല്ലാവരും വന്നോളൂ, കണ്ടോളൂ, കാടിൻ്റെ ഭംഗി ആസ്വദിക്കാം. വീണ്ടും നമ്മൾ കാട്ടിലെ നഗ്നസുന്ദരീനെ കണ്ടു. ആ ചെറിയ മരം കേട്ടോ, അതാണ് വെണ്ടയ്ക്ക. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ചീനി എന്ന് പറഞ്ഞ മരം, ആ മരം ഉണ്ടോ നിൽക്കുന്നത്. അതിൻ്റെ വേര് കണ്ടോ സൈഡിലേക്ക് പാത്തി പോലെ ഇങ്ങനെ വളർന്നു വലുതായി നിൽക്കണം. ഈ കാണുന്ന മരം കേട്ടോ പൂവം. അതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് പുതിയ തളിരുകളൊക്കെ വന്നു തുടങ്ങി. ആ നെടുനാരി കുറച്ച് ചില്ലകൾ ഉള്ള കാരണം കേട്ടോ ഇതിനെ നെടുനാരെന്ന് പറയണേ.